ശസ്ത്രക്രിയയിൽ ഉണ്ടായ പിഴവിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തുവെന്ന് പരാതി. പിത്തരോഗ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ പരപ്പനങ്ങാടി സ്വദേശി നസ്രീനയോടാണ് ആശുപത്രി മാറാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടത്. ചികിത്സയ്ക്കായുള്ള യന്ത്രം തകരാറായതിനാലാണ് ആശുപത്രി മാറാൻ നിർദ്ദേശിച്ചത് എന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. ജീവൻ കൊണ്ടുപോകാനുള്ളതാണ്. 2 ആഴ്ച മുമ്പാണ് പിത്താശയത്തിൽ കല്ലുണ്ടായതിനെ തുടർന്ന് നസ്രീനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 6 ദിവസം മുമ്പ് ശസ്ത്രക്രിയയിലൂടെ പിത്താശയ സഞ്ചി നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നാലെയാണ് വയറിലിട്ട ട്യൂബിലൂടെ ലിക്വിഡ് ലീക്ക് ചെയ്യാൻ തുടങ്ങിയത്. ട്യൂബിലൂടെ രക്തവും പിത്തരസവുമാണ് പുറത്തേക്ക് വരുന്നത്. ഡോക്ടർമാരുടെ പിഴവ് മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. രക്തസഞ്ചിയിൽ കല്ലായിട്ട് വന്നതാണ്. അതിൽ ഡോക്ടർമാരിൽ ഓപ്പറേഷൻ ചെയ്തതിൽ ചെറിയൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ചെയ്തിട്ട് വേറെ വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണത് പറഞ്ഞിട്ടുള്ളത് ചെയ്യാം. ഐ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഫണ്ട് എൻ്റെ കയ്യിലില്ല. ഇനി വിദഗ്ധ ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിനായി എൻഡോസ്കോപ്പി ചെയ്ത് ട്യൂബ് ഇടുന്നതിനായി ERCP എന്ന മെഷീന്റെ സഹായം ആവശ്യമുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ERCP മെഷീൻ തകരാറിലായതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നുവെന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. ഇന്നലെയാണ് ഈ മെഷീൻ തകരാറിലായതെന്നും ഡോക്ടർമാർ പറയുന്നു. എന്നാൽ ശസ്ത്രക്രിയ പിഴവ് മറച്ചുവെക്കുന്നതിനാണ് മെഷീൻ തകരാറിലാണെന്ന വാദം ഡോക്ടർമാർ ഉയർത്തുന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനൊരുങ്ങുകയാണ് നസ്രീനയുടെ കുടുംബം. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.